ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നിതിൻ നബീൻ ബി.ജെ.പിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേൽക്കുകയാണ്. എന്നാൽ ഈ നിയമനം കേവലം ഒരു തലമുറ മാറ്റമല്ലെന്നും മറിച്ച് പാർട്ടിയിൽ അമിത്ഷായുടെ പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുന്ന വെട്ടിനിരത്തലിന്റെ ഭാഗമാണെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്ന് നടത്തുന്ന ഈ കരുനീക്കങ്ങളിൽ മുതിർന്ന നേതാക്കളും RSS നേതൃത്വവും ഒരുപോലെ അസംതൃപ്തരാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ മാറ്റത്തിന്റെ രാഷ്ട്രീയ സൂചനകൾ നൽകുന്ന ചില ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അമിത്ഷാ അദ്ദേഹത്തെ കൈപിടിച്ച് മാറ്റി നിർത്തുന്ന കാഴ്ച വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മോദിക്കും ഷായ്ക്കുമൊപ്പമുള്ള പൊതുവേദികളിൽ പോലും അധ്യക്ഷനായ നദ്ദ പിന്തള്ളപ്പെടുന്നത് പാർട്ടിയിലെ അധികാര സമവാക്യങ്ങളുടെ വ്യക്തമായ തെളിവാണ്. മോദി കഴിഞ്ഞാൽ താൻ മാത്രമാണ് ബി.ജെ.പിയുടെ അവസാന വാക്കെന്ന അമിത്ഷായുടെ പ്രഖ്യാപനമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. അമിത്ഷാ പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ബി.ജെ.പി. അധ്യക്ഷ പദവിയിൽ സ്ഥാനമുള്ളതെന്ന വിമർശനം ഇതോടെ ശക്തമാവുകയാണ്. ബി.ജെ.പിയുടെ ചരിത്രം പരിശോധിച്ചാൽ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിയും മുരളി മനോഹർ ജോഷിയും നിതിൻ ഗഡ്കരിയും ഒക്കെ ഇരുന്നിട്ടുള്ള കരുത്തുറ്റ കസേരയാണിത്. എന്നാൽ മോദി ഷാ യുഗത്തിലേക്ക് കടന്നതോടെ നദ്ദയെ പോലെയും ഇപ്പോൾ നബീനെ പോലെയും ലോ പ്രൊഫൈലുള്ള കാര്യമായ രാഷ്ട്രീയ അടിത്തറയോ സംഘടനാ കരുത്തോ പ്രകടിപ്പിക്കാത്ത നേതാക്കളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലെ യുക്തി പകൽ പോലെ വ്യക്തമാണ്. 10,000 കോടിയിലേറെ രൂപയുടെ സ്വത്തുള്ള ബി.ജെ.പി. എന്ന വമ്പൻ പാർട്ടിയുടെ അധികാരം അമിത്ഷായ്ക്ക് തടസ്സമില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇത്തരം റബ്ബർ സ്റ്റാമ്പ് അധ്യക്ഷന്മാർ അനിവാര്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. യഥാർത്ഥത്തിൽ ബി.ജെ.പി. അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേര് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റേതായിരുന്നു. 1998 മുതൽ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ ഒഡീഷയിൽ ബി.ജെ.പിയെ ഭരണത്തിലേറാൻ സഹായിച്ച പ്രധാന് വലിയ രാഷ്ട്രീയ അനുഭവ സമ്പത്തുണ്ട്. എന്നാൽ അദ്ദേഹത്തെ അവസാന നിമിഷം വെട്ടിമാറ്റാൻ അമിത്ഷാ തീരുമാനിക്കുകയായിരുന്നു. പ്രധാനെ പോലെ ഹൈ പ്രൊഫൈലുള്ള ഒരു നേതാവ് അധ്യക്ഷനായാൽ സംഘടനയിൽ സ്വന്തമായ സ്വാധീനം ഉണ്ടാക്കുമെന്ന ഭയമാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. RSS നിർദ്ദേശിച്ച BL സന്തോഷിന്റെയും രാധാമോഹൻ സിംഗിന്റെയും പേരുകളും ഇതേ കാരണത്താൽ തഴയപ്പെട്ടു. മധ്യപ്രദേശിൽ മികച്ച വിജയം നേടിയിട്ടും ശിവരാജ് സിംഗ് ചൗഹാനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒതുക്കിയതിന് പിന്നിലും ഇതേ തന്ത്രമാണുള്ളത്. നിതിൻ നബീന്റെ നിയമനത്തെ ബി.ജെ.പി. അനുകൂല മാധ്യമങ്ങൾ വലിയൊരു സംഭവമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബി.ജെ.പിയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് നബീന് നൽകാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ ബീഹാറിൽ ഉപമുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചപ്പോൾ പേരിന് പോലും പരിഗണിക്കാതിരുന്ന നബീന് എങ്ങനെ പെട്ടെന്ന് ദേശീയ അധ്യക്ഷനാകാനുള്ള യോഗ്യത കൈവന്നു എന്നത് ദുരൂഹമാണ്. ഇതിനെ ജനാധിപത്യപരമായ മാറ്റമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും വെറും 2 പേർ ചേർന്ന് അധ്യക്ഷനെ തീരുമാനിക്കുന്നതിലെ ജനാധിപത്യ വിരുദ്ധത ആരും ചോദ്യം ചെയ്യുന്നില്ല. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിച്ചതിനെ പരിഹസിച്ചവർ ബി.ജെ.പിയിലെ ഈ ഏകാധിപത്യ തീരുമാനങ്ങളെ കുറിച്ച് മൗനം പാലിക്കുകയാണ്. കുടുംബ രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന പാർട്ടിയാണ് ബി.ജെ.പി. രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഈ പേരിൽ കടന്നാക്രമിക്കുന്ന ബി.ജെ.പി. ഇപ്പോൾ അധ്യക്ഷനായി കൊണ്ടുവന്നിരിക്കുന്നത് മുൻ ബി.ജെ.പി. നേതാവ് നവീൻ കിഷോർ പ്രസാദ് സിൻഹയുടെ മകനെയാണ്. ബി.ജെ.പിയിൽ കുടുംബ രാഷ്ട്രീയം വേരൂന്നിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നിതിൻ നബീന്റെ സ്ഥാനലബ്ധി. സ്മൃതി ഇറാനിയും വസുന്ധര രാജയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് എങ്ങനെ അപ്രത്യക്ഷമായി എന്നോ ജനപിന്തുണയുള്ള നേതാക്കൾ എങ്ങനെ ഒതുക്കപ്പെടുന്നു എന്നോ ആരും അന്വേഷിക്കുന്നില്ല. JP നദ്ദയുടെ കാലഘട്ടത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ എന്നത് വെറും ഒരു നോക്കുകുത്തി മാത്രമായിരുന്നു. തോൽവിയുടെ സമയത്ത് മാത്രം പഴി കേൾക്കാനുള്ള ഒരു ഫോട്ടോയായി നദ്ദ ഒതുങ്ങിപ്പോയി. നദ്ദയേക്കാൾ വലിയൊരു വിധേയനെ കിട്ടാൻ വൈകിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടി നൽകിയത്. ഒടുവിൽ നബീനെ കിട്ടിയപ്പോൾ നദ്ദയെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒതുക്കി. ആരും ഇളക്കി മറിക്കുന്ന പ്രസംഗ ശൈലിയും ഒന്നുമില്ലാത്ത നിതിൻ നബീൻ അമിത്ഷായുടെ താല്പര്യങ്ങൾ അപ്പടി നടപ്പിലാക്കുന്ന ഒരു വ്യക്തി മാത്രമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഡൽഹിയിലെ ശ്വാസം മുട്ടിക്കുന്ന വിഷവായു മാറാത്തതുപോലെ ബി.ജെ.പിയിലെ ഈ ഏകാധിപത്യ പ്രവണതകളും വരും കാലങ്ങളിൽ മാറാൻ പോകുന്നില്ല.